സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം വായിച്ചപ്പോൾ കിട്ടിയൊരു ബോധ്യമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കുക. ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവൻ്റെ ചുറ്റും തിങ്ങിക്കൂടി. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യമാണ് ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവൻ്റെ ചുറ്റും കൂടി. ഈശോ ആണെങ്കിൽ തടാകത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. മൂന്നാമത്തെ കാര്യം, അവിടെ 2 വള്ളങ്ങൾ കടപ്പുണ്ടായിരുന്നു. 4-ാമത്തെ കാര്യം, മീൻപിടുത്തക്കാർ വല കഴുകുകയായിരുന്നു. 4 കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ. ഒന്ന്, ദൈവവചനം ശ്രവിക്കാൻ ശക്തമായി കാത്തിരിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു ജനം. 2-ാമത്തെ കാര്യം, അത് പറയാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഈശോ. 3-ാമത്തെ കാര്യം, അതിനൊരു സ്പേസ് ഒരുങ്ങിക്കിടക്കുന്നു. 4-ാമത്തെ കാര്യം, പറയേണ്ടവൻ വല കഴുകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ റെഡിയായിട്ടുണ്ടോ? ഞാൻ റെഡിയാകണ്ടേ? ഈശോയെ നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ജനം കൂടിയിരിക്കുന്നുണ്ട്. ജനത്തിന് ആഗ്രഹമായിട്ടിരിക്കുകയാണ്. ഈശോ റെഡിയാണ്. നിന്നിലൂടെ സംസാരിക്കാൻ ഈശോ റെഡിയാണ്. നിനക്കിതാ വേദി നിന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. എന്നാൽ നീ വേറെ ജോലിക്ക് പോയിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.